ഹസ്ബൻഡിന് എന്താ ജോബ്? ഹസ്ബൻഡിന്റെ ജോബ് ഗവൺമെന്റ് ജോലിയാണ്. ചേച്ചി യൂട്യൂബ് ചേച്ചിയെ കുറിച്ച് എന്തോ നെഗറ്റീവ് അടിക്കുന്നുണ്ട്. അടിക്കട്ടെ, നന്നായിട്ട് അടിക്കട്ടെ. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും, ഇനിയും ചെയ്യും. പറയുന്നവരവിടെ പറയുക. നിങ്ങൾക്ക് ആർക്കും ദോഷം വരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യില്ല, അത്രേ ഉള്ളൂ. ഇവരുടെ ഒറ്റ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പൈസ വേണം. അതായത് ആ പ്രോഡക്ട്സ് പ്രൊമോഷൻ കൊടുക്കുന്ന ഡീലേഴ്സ് ഇവർക്ക് നല്ലൊരു എമൗണ്ട് കൊടുക്കും. ആ പൈസ അശ്വതി മോൾ ആരെന്ന് മോക്ക് മനസ്സിലായി കാണും. മോള് വീഡിയോ കാണുകയാണെങ്കിൽ ഇതൊന്നും ആന കാര്യമില്ല. സ്ട്രൈക്ക് അടിച്ചു കഴിഞ്ഞാൽ കൗണ്ടർ അടിക്കാനുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട്. അവിടെ തന്നെ ഒന്ന് നോക്കിയാൽ മതി. അവിടെ തന്നെ കൗണ്ടർ ഉണ്ട്. കൗണ്ടർ കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വീഡിയോ അടക്കം തിരിച്ചു കിട്ടും. അതുപോലെ അവരുടെ ചാനലിനടക്കം പണിയും കിട്ടും. അതുകൊണ്ട് ഇതൊന്നും ആന കാര്യമില്ല. അതൊക്കെ ഇരിക്കട്ടെ, അതിലോട്ട് നമുക്ക് വരാം. കല്യാണി മൈ ബേ വൈ വൈ ബൈ കല്യാണി ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ വൈഫാണ് ഇവർ ഒരു സമയത്ത് ഫ്രണ്ട് ആപ്പ് പോലത്തെ ഉള്ള ഉഡായിപ്പ് ആപ്പുകൾ പ്രൊമോട്ട് ചെയ്ത് അന്ന് ഏറി പോയതാ. അന്ന് ഏറി പോയിട്ട് വീണ്ടും താഴെ വന്ന് അന്ന് വീഡിയോ ഒക്കെ മുക്കി ക്ലിയർ ആക്കി, ഞാൻ പെർഫെക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ റീസൺലി ഇവർ ഇതുപോലത്തെ കുറച്ച് കോസ്മെറ്റിക് ഐറ്റംസ്, എനിക്കിതിന്റെ ഒന്നും പേരറിയത്തില്ല സത്യമായിട്ട്. എനിക്കിതിന് ഇപ്പൊ കാണാപ്പാടം വന്നിരുന്ന് പഠിച്ച് പറയാനൊന്നും ഒരു താല്പര്യമില്ല. അതുകൊണ്ടാണ്, നിങ്ങൾക്കറിയാമല്ലോ, ഇത് കാണുന്ന ലേഡീസിന് അറിയാമല്ലോ നിങ്ങൾ എന്തൊക്കെ സംഭവങ്ങളാണ് ഉപയോഗിക്കുന്നതെന്ന്. ആ പരിപാടികളിലുള്ള സാധനങ്ങൾ എന്തൊക്കെയോ പ്രൊമോട്ട് ചെയ്ത് ഒരു അശ്വതി എന്ന് പറയുന്ന ഒരു കുട്ടി ഇവർക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇവർ സ്ട്രൈക്ക് കൊടുത്ത് കളഞ്ഞ്. എനിക്ക് ഒരുമാതിരി തോന്നിയിട്ടുള്ളത്, ആ കുട്ടി മാന്യമായിട്ട് വന്നിട്ട് അവരുടെ ഒപ്പീനിയൻ പറഞ്ഞിട്ട് മാന്യമായ രീതിയിൽ പോയപ്പോൾ ഇവർ പോയിട്ട് സ്ട്രൈക്ക് കൊടുത്തേ. നമുക്കത് എന്തോ പോലെ തോന്നി. കാരണം എന്റെ ജീവിതത്തിൽ ഞാൻ ആർക്കും കൊടുത്തിട്ടില്ല, എന്നിട്ട് കൊടുക്കാനും പോകുന്നില്ല. അത് വേറൊരു സത്യം. ഓക്കെ, അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇവരുടെ ഒരു തെറ്റാണ് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഈ അശ്വതി, അവള് ആ കുട്ടിയാണെങ്കിൽ ഒരു കുഞ്ഞു മോളാണ്. അവള് ചൂണ്ടിക്കാണിച്ചപ്പോൾ അവക്കിട്ട് പോയി സ്ട്രൈക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ഭാര്യയാണ്. ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന ഒരു വ്യക്തി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോലീസുകാരനാണെന്നും എങ്ങാണ്ടൊക്കെ പറയുന്നുണ്ട്, എനിക്ക് അറിയത്തില്ല. ഓക്കെ, മേ ബി ഞാൻ ഇവരുടെ ഒരു ഫോളോവറോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷെ ഈ ഒരു അശ്വതിയുടെ വിഷയം വന്നപ്പോഴാണ് ഞാൻ വീഡിയോ കാണുന്നത്. അശ്വതിയുടെ വീഡിയോസ് എനിക്കതും കാണാറുണ്ട്. അത് അന്ന് അശ്വതി എനിക്കെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം അവളുടെ പ്രസന്റേഷൻ ഒക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്, ഞാൻ കാണാറുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പൊ ഞാൻ നോക്കിയപ്പോ നമ്മുടെ കല്യാണി ചേച്ചി സ്ട്രൈക്ക് കൊടുത്തിരിക്കുകയാണ്. ചേച്ചിക്ക് സ്ട്രൈക്ക് കൊടുത്തതിലോട്ടൊക്കെ പറയാം. അതിന് മുന്നേ ഈ വെളുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടക്കുന്ന പെമ്പിള്ളാരുടെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു കരിങ്കൽ എടുക്കുക, എടുത്തു വെച്ച് ഉരയ്ക്കുക, നിങ്ങൾ ഇട്ട് വെളുക്കിട്ട്. അല്ലാണ്ട് എന്തിനാ ഈ വെളുത്തിട്ട് കറുത്തിട്ടൊക്കെ? എന്താ ഇപ്പൊ പ്രശ്നം? ആവശ്യമില്ലാത്ത ഓരോ സാധനങ്ങൾ വാങ്ങി തേച്ച് കിഡ്നി വരെ അടിച്ചു പോകും. പണ്ട് നമ്മുടെ മുല്ലപ്പൂവും ടീമും ഇതുപോലെ എന്തൊക്കെയോ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് ഏറിക്കയറിപ്പോയ ഒരു ചരിത്രം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ബിഗ് ബോസ് സീസണൊക്കെ മുന്നേ മുല്ലപ്പൂ ഏറിപ്പോയ സമയത്താണ് ഇതുപോലെ ഉഡായ്പ ക്രീമുകളൊക്കെ പ്രൊമോട്ട് ചെയ്ത്, ഫേസ് ക്രീം അതും ഇതുമൊക്കെ ചെയ്ത് അവസാനം ആട്ടുകാരെ കിഡ്നി അടിച്ചു പോകാൻ തുടങ്ങിയതോടെ ഏറിക്കയറിപ്പോയപ്പോൾ നിർത്തി ആ പരിപാടി. ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിക്കാം കല്യാണി എടുത്ത്, ഈ ഓരോ സാധനങ്ങൾ ക്രീമായാലും അങ്ങനത്തെ പരിപാടികൾ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഇത് ലാബിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ നോക്കി ഇത് ഓക്കെ ആണോ എന്ന് നോക്കിയിട്ടാണോ ചെയ്യുന്നത്? അതുപോലെ ഓരോ ആൾക്കാരുടെ സ്കിൻ ടോണും വ്യത്യസ്തമായ രീതിയിലാണ്. നമ്മൾ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് മറ്റുള്ളവരെ ബാധിക്കുമോ ഇല്ലേ എന്നുള്ള ഒരു കൺസേൺ കൂടി നമുക്ക് വേണം. അല്ലാണ്ട് എല്ലാം പണത്തിന് വേണ്ടി മാത്രം ആകരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് അത്ര ഫെയർ ആയിട്ടുള്ളൊരു കാര്യമല്ല. ഞാൻ ഉറപ്പായിട്ട് പറയാം, അത് ഫെയർ ആയിട്ടുള്ളൊരു കാര്യമല്ല. എന്തിനാണ്? നമുക്ക് പണം വേണം, ജീവിക്കണമെങ്കിൽ ഭൂമിയിൽ പണം തന്നെ വേണം. പക്ഷെ പണത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ കുഴിയിലേക്ക് ചാടിച്ചുകൊണ്ട് ഒരു പരിപാടിയും ചെയ്യില്ല. നിങ്ങൾക്ക് മില്യൺ ഫോളോവേഴ്സ് എന്തോണ്ട്. ആ സ്ഥിതിക്ക് നിങ്ങൾ ഇത്തരം സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ആൾക്കാർ മേടിക്കും. അത് നിങ്ങളുടെ മേലുള്ള വിശ്വാസം കൊണ്ട് മാത്രമാണ്. അങ്ങനെ മേടിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? അവർക്ക് എന്തെങ്കിലും നാളെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോയിട്ട് ആ പൈസ കൊടുത്ത് അവരുടെ ആശുപത്രി ചെലവും കാര്യങ്ങളും നോക്കും? ഇല്ലല്ലോ, ഒരിക്കലും നോക്കത്തില്ല. കാലക്രമേണ ഇതുപോലത്തെ സാധനങ്ങൾ വാങ്ങി തേക്കുമ്പോൾ, ഫേസിൽ തേക്കുന്ന എന്ത് സാധനമായാലും തേക്കുമ്പോൾ ക്രമേണ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പറ്റും. ഇന്ന് പെണ്ണുങ്ങളാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യവൽക്കരണ വസ്തുക്കൾ വാങ്ങി തേക്കുന്നത്. ആമ്പിള്ളേർ അങ്ങനെയൊന്നും തേക്കുന്നില്ല കേട്ടാ. പണ്ട് മുതൽ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്കൂളിൽ പഠിക്കുമ്പോഴായാലും കോളേജിലൊക്കെ വന്ന സമയത്ത് പെൺപിള്ളേർ ഓരോന്നൊക്കെ തേച്ച് വെളുപ്പിച്ച് ഉരച്ച് അങ്ങനെയൊക്കെയാണ് വരാറ്. പക്ഷെ നമ്മൾ പയ്യന്മാരാ രാവിലെ ഒന്ന് ഇറങ്ങും, ബസ്സിൽ വന്നിറങ്ങിയിട്ട് അല്ലെങ്കിൽ ബൈക്കിൽ വന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പൈപ്പിന്റെ മൂട്ടി പോയിട്ട് മുഖം ഒന്ന് കഴിവും, ഒന്ന് തുടക്കി, തീർന്നു. ഇത്രയേ ഉള്ളൂ പയ്യന്മാരെ മേക്കപ്പ്, ഇത്രയേ ഉള്ളൂ. നമ്മളൊരു തേങ്ങ ഇടത്തില്ല. കൂടിപ്പോയ താടിയൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്ത് അത്രേ ചെയ്യത്തുള്ളൂ, വേറെ ഒരു പരിപാടിയില്ല. അത് ഒരു തെറ്റല്ല. അല്ലാണ്ട് ഒരു തേങ്ങയില്ല. പിന്നെ ചിലപ്പോൾ സ്പ്രേ ഒക്കെ അടിക്കാറുണ്ട്. ഒരു തേങ്ങ അല്ലാതെ ചെയ്യാറില്ല. ഈ പെമ്പിള്ളാരാണ് ആവശ്യമില്ലാത്ത എല്ലാം വാരത്തേച്ചുകൊണ്ട് നടക്കുന്നത്. സത്യം പറഞ്ഞാൽ ചില പെമ്പിള്ളാരുണ്ട് നല്ല ഐശ്വര്യമായിട്ട് വരും കേട്ടോ. നല്ല ഐശ്വര്യമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് ഒന്നും ഇടാണ്ട് നല്ല അടിപൊളിയായിട്ട് കുളിച്ച് വൃത്തിയായി കുറച്ച് തുളസിയ എന്തെങ്കിലുമൊക്കെ വെച്ച് ചിലപ്പോൾ നല്ല അടിപൊളിയായിട്ടൊക്കെ വരുന്ന പിള്ളേരും ഉണ്ട്. ചിലതൊക്കെ ആണെങ്കിൽ ചുമ്മാ ആര് തേച്ച് ഒലിപ്പിച്ച്, ഞാനൊന്നും പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്നാലും
ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ശരീരത്തിന് കുറച്ച് കാലം കഴിയുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകും. ചിലപ്പം പുറത്ത് പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിലും കിഡ്നിയൊക്കെ അകത്തടിച്ചു പോകാനുള്ള എല്ലാ പോസിബിലിറ്റി ഉണ്ട്. ഈ ലിപ്സ്റ്റിക്കൊക്കെ വാരി തേക്കുന്ന എല്ലാം തിന്നിറക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ തന്നെ പല മോഡൽസിൽ സാധനങ്ങൾ ഇറങ്ങുന്നുണ്ട്. മറ്റേ തേച്ച് കഴിഞ്ഞാൽ ഇളവാത്തത്, തേച്ച് കഴിഞ്ഞാൽ ഇളവണത്. എന്തിനാണ് നമ്മളെ സ്കിന്നിലുള്ള സാധനങ്ങളെല്ലാം അടച്ചോണ്ടല്ലേ ഇരിക്കുന്നത് ഈ സാധനങ്ങൾ. അതുകൊണ്ട് പറഞ്ഞതാ. ഇനി ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം. വാരി തേക്കുന്നവർക്ക് തേച്ചോണ്ടിരിക്കാം, മൂഞ്ചിക്കൊണ്ടിരിക്കാം എന്നേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും കല്യാണിയുടെ പ്രൊമോഷൻ വീഡിയോ ചെയ്തു. ഏറി കയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വതി അത്യാവശ്യം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കല്യാണി ഒരു ലൈവിലൊക്കെ വന്നിരുന്നിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമുക്ക് നോക്കാം. ഹസ്ബൻഡിന് എന്താ ജോബ്? ഹസ്ബൻഡിന്റെ ജോബ് ഗവൺമെന്റ് ജോലിയാണ്. ചേച്ചി യൂട്യൂബ് ചേച്ചിയെ കുറിച്ച് എന്തോ നെഗറ്റീവ് അടിക്കുന്നുണ്ട്. അടിക്കട്ടെ, നന്നായിട്ട് അടിക്കട്ടെ. എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും, ഇനിയും ചെയ്യും. പറയുന്നവരവിടെ പറയുക. നിങ്ങൾക്ക് ആർക്കും ദോഷം വരുന്ന ഒരു കാര്യം ഞാൻ ചെയ്യില്ല. അത്ര. അതായത് സബ്സ്ക്രൈബേഴ്സിന് ദോഷം വരുന്ന കാര്യം താൻ ചെയ്യില്ല എന്നും പറയുന്നവരവിടെ പറയട്ടെ, ഞാൻ അവരെ നോക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല എന്നാണ് ഇവിടെ കല്യാണി പറയുന്നത്. അങ്ങനെ പറഞ്ഞ കല്യാണി ആ അശ്വതി എന്ന് പറയുന്ന കുട്ടിക്ക് എന്തിനാണ് സ്ട്രൈക്ക് കൊടുത്തത്? പറയുന്നവർ പറയട്ടെ എന്നങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നാൽ മതിയല്ലോ. എന്റെ ഭാഗം ശരിയാണല്ലോ. എന്റെ ഭാഗം ശരിയായത് കൊണ്ട് എന്നെ കുറിച്ച് ഏത് ജാവാലി പട്ടികൾ കിടന്ന് കുറച്ച് കഴിഞ്ഞാലും പ്രശ്നമില്ല എന്നുള്ള ഒരു മൈൻഡ് സെറ്റിൽ ഇരിക്കുന്ന അശ്വതി എന്തിനാണ് ആ കൊച്ചിന് സ്ട്രൈക്ക് കൊടുത്തത്? എനിക്കതാണ് ചോദിക്കാനുള്ളത്. അത് മോശമല്ലേ? അത് മോശം പരിപാടിയല്ലേ കാട്ടിയത്? ഒന്ന് ആലോചിക്ക്. പിന്നെ ആ കൊച്ചു കൗണ്ടർ അടിച്ചു കഴിഞ്ഞാൽ എന്റെ പൊന്നു ചേച്ചി നിങ്ങളുടെ ചാനലിന് അടക്കം ബാധിക്കും. ഇനി നിങ്ങൾ ആർക്കൊക്കെ സ്ട്രൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരൊക്കെ കൗണ്ടർ അടിച്ചു കഴിഞ്ഞാൽ അവസാനം ചാനലിലെ റീച്ച് താന്നങ്ങ് പോകും ഒരു പോക്ക്. പിന്നെ എന്നെ പോലുള്ളവന്മാരാണ് തിരിച്ച് ഉറപ്പായിട്ട് കൗണ്ടർ അടിക്കും, 100%. അതിൽ വേറെ ഒരു മാറ്റമില്ല, ഗ്യാരണ്ടി എഴുതി ഒപ്പിട്ട് തരാം. അതുകൊണ്ട് കൗണ്ടർ അടിച്ച് ഇപ്പൊ അശ്വതി തന്നു കഴിഞ്ഞാൽ കൂടി നിങ്ങൾ പെട്ടും. അതുകൊണ്ട് ചാനൽ സേഫ് ആക്കണമെങ്കിൽ ഒരു പക്ഷെ മാറ്റിക്കൊടു. ആ കൊച്ചിന് കൗണ്ടർ അടിക്കാൻ അറിയാം, കൗണ്ടർ ഫോർവേഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചാനലിനെ ബാധിക്കും. അല്ലെങ്കിൽ അറിയാവുന്ന അടുത്ത് പോയി ഒന്ന് ചോദിച്ചു നോക്ക്. എനിക്കതേ പറയാനുള്ളൂ. എന്തായാലും കൊള്ളാം, കല്യാണി ചേച്ചി കൊള്ളാം. ചേച്ചി എത്തിക്സ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പൊ ഞാനൊരു കാര്യം പ്രൊമോട്ട് ചെയ്തു, അത് ഉടായ്പല്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ എനിക്കെതിരെ ആര് വീഡിയോ ചെയ്തു കഴിഞ്ഞാലും എനിക്കൊരു തേങ്ങയില്ല. എനിക്ക് ഉറപ്പുണ്ട് അത് ഉടായ്പല്ല. എനിക്കെതിരെ ആരെങ്കിലും വന്ന് വീഡിയോ ചെയ്താലും ഞാൻ മൈൻഡ് ചെയ്യത്തില്ല, മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ഉറപ്പുണ്ടല്ലോ എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ ഞാൻ നോക്കിക്കൊള്ളുമല്ലോ. ആ മൈൻഡിൽ എനിക്കിരിക്കാം. നാളെ നിങ്ങൾ പറയുന്ന ഈ സാധനങ്ങൾ വാങ്ങി തേച്ചും എന്തെങ്കിലുമൊക്കെ ചെയ്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ. ഇതാണ് എന്റെ ചോദ്യം. നമുക്ക് ബി ജെന്യൂൻ എന്ന് പറയുന്ന ചാനലിലുള്ള ലേഡി പറയുന്ന കേട്ട് നോക്കാം. ഇവരുടെ മനസ്സിൽ ഒരിക്കലും നിങ്ങളുടെ സ്കിൻ നല്ലതാണെന്നോ നിങ്ങളുടെ സ്കിൻ ചീത്തയായി പോകും, അയ്യോ ഇവരുടെ പൈസ പോകുമെന്നോ ഇവർ ചിന്തിക്കുന്നതേ ഇല്ല. ഇവരുടെ ഒറ്റ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് പൈസ വേണം. അതായത് ആ പ്രോഡക്ട്സ് പ്രൊമോഷൻ കൊടുക്കുന്ന ഡീലേഴ്സ് ഇവർക്ക് നല്ലൊരു എമൗണ്ട് കൊടുക്കും, ആ പൈസ വേണം. മാത്രമല്ല ആ ഒരു പ്രൊമോഷൻ വീഡിയോ ഇവരുടെ ചാനൽ ഇട്ട് കഴിഞ്ഞാൽ ഇവർക്ക് വ്യൂസ് കിട്ടണം, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ ഒരു പ്രോഡക്റ്റ് ആരെങ്കിലും വാങ്ങിക്കണമെന്നോ വാങ്ങിച്ചിട്ട് ആരെങ്കിലും വെളുക്കണമെന്നോ കുടുംബം വെളുക്കണമെന്നോ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ ഇവർക്ക് എന്തെങ്കിലും ഒന്നും അവർക്ക് ചിന്തയില്ല. അപ്പോൾ അതൊന്നും അവർക്ക് ചിന്തയില്ല, അതൊന്നുമില്ല. മണി എല്ലാം പണം 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 വരട്ടെ, പണം പോരട്ടെ. ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. ഓരോ ഉടായ്പ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ഓരോരുത്തരും പൈസ മാത്രം തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. എനിക്കും വന്നിട്ടുണ്ടേ ഒരുപാട് ഗാംബ്ലിങ് അതും ഇതും അല്ലാണ്ട് എന്തൊക്കെയോ കുറെ എവിടെ നിന്നൊക്കെയോ പ്രൊമോഷൻ വന്നിട്ടുണ്ട്. ഞാൻ ഒന്നും എടുത്ത് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് അറിയത്തില്ല, പ്രൊമോഷൻ ചെയ്യാനല്ല. ഈ സാധനങ്ങളൊക്കെ ജെന്യൂൻ ആണോ, ഇതൊക്കെ എന്താണ്, ഏത് തേങ്ങയാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ചുമ്മാ എടുത്ത് വയ്യാത്ത വേലിയെടുത്ത് തലയിൽ വയ്ക്കാൻ താല്പര്യപ്പെടുന്നില്ല. എനിക്കും കിട്ടൂടെ പൈസ, എന്തുകൊണ്ട് വേണ്ട? ഞാൻ എന്തെങ്കിലും പ്രൊമോട്ട് ചെയ്ത് അത് കണ്ട് ഒരുത്തനോ ഒരുത്തിയോ വാങ്ങിക്കഴിഞ്ഞ് നാളെ അവർ തേഞ്ഞൊട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി ഞാനാണ്. ആ ഒരു ബോധം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ ഒന്നും പ്രൊമോട്ട് ചെയ്യാൻ പോകത്ത. ഉള്ള പൈസയൊക്കെ വെച്ചുകൊണ്ട് മര്യാദയ്ക്ക് ഇനി ആവശ്യമില്ലാത്തതും കൂടി എടുത്ത് തലയിൽ വയ്ക്കാൻ എനിക്ക് വയ്യ. ഉള്ള കാര്യം പറയല്ലോ, സീരിയസ്ലി. എന്തിനാണ്? എനിക്കിതിനെ പറ്റിയൊന്നും അറിയത്തില്ല. ഇതൊക്കെ എന്ത് സാധനമോ ഏത് സാധനമോ, ഇത് തേച്ചാ കൊള്ളാവോ, ഇത് തിന്നാ കൊള്ളാവോ, എനിക്കൊരു തേങ്ങ അറിയത്തില്ലേ. അതുകൊണ്ടാണ് ഞാൻ ഒരു തേങ്ങയും പ്രൊമോട്ട് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാത്തത് ഇതുവരെ. ഇനി എന്തെങ്കിലും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് എനിക്ക് അത്രയും 100% ഓക്കെ ആണെന്ന് തോന്നിയാൽ മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. നമ്മളിപ്പോൾ വല്ല ഡ്രസ്സോ കാര്യങ്ങളോ പ്രൊമോട്ട് ചെയ്താൽ വീണ്ടും ഓക്കെ എന്ന് പറയാതെ നമ്മുടെ ശരീരത്തിന് ഒരു പ്രശ്നവും പറ്റാൻ പോകുന്നില്ല. അല്ലെങ്കിൽ ഷൂവോ ഇതാ ചെരുപ്പ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിനെങ്കിലും ഒന്നും പറ്റുന്നില്ലെന്നെങ്കിലും പറയാം. ഇത് നമ്മുടെ ഹെൽത്ത്, നമ്മുടെ ശരീരം, അതാണ് നശിക്കുന്നത്. ഇതുപോലത്തെ സാധനങ്ങൾ പ്രൊമോട്ട് ചെയ്ത് അത് വാങ്ങി തേച്ച് എന്തെങ്കിലുമൊക്കെ തിന്നയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിനെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് പറയുന്നത്, വിഷമം കൊണ്ട് പറയുന്നത്, ഇതൊക്കെ പാടില്ലേ. പൈസ കിട്ടുമെന്ന് പറഞ്ഞ് എന്ത് തോന്നിയാസം ചെയ്തു വെക്കരുത്. ശ്രീ മലയാളം അല്ലെ, അതിനകത്ത് അശ്വതി, അതുപോലെ ശരണ്യ നന്ദകുമാർ, ഇവർക്ക് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇവർക്ക് വ്യക്തമായിട്ട് അറിയാം. ശരണ്യ നന്ദകുമാറിനെ കുറിച്ച് പറയുന്നത് നല്ലൊരു ഫാഷൻ ഡിസൈനറാണ്. ആ കുട്ടി എന്ത് പ്രോഡക്റ്റാണ് പറയുന്നത് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയാണ്, കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ ബ്ലഷ് വിത്ത് ആഷ്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കണ്ട് 2-3 മാസങ്ങൾക്ക് മുന്നേ. അതിൽ വ്യക്തമായി പറഞ്ഞു ഞാൻ ഒരു സർട്ടിഫൈഡ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അപ്പോൾ പുള്ളിക്കാരത്തേക്ക് അതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ആഴത്തിൽ വിവരമുണ്ട്. അതുപോലെ അശ്വി മലയാളം അല്ലെ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായി അറിയാം. ഓരോന്നിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് അശ്വി മലയാളം നമുക്ക് പറഞ്ഞു തരാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവർക്കൊക്കെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ ധാരണയുണ്ട്. ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് എന്തൊക്കെ ഗുണങ്ങൾ ദോഷങ്ങൾ സംഭവിക്കും എന്ന്. അത് നല്ല കാര്യമാണ്. ഇപ്പം ഇവിടെ കല്യാണിയായാലും എന്തെങ്കിലും ഒരു സാധനം പ്രൊമോട്ട് ചെയ്യണം, ഈ ക്രീം തന്നെ ആയിക്കോട്ടെ, എന്തെങ്കിലും
എന്തെങ്കിലും ഒരു ക്രീം എന്ത് സാധനമെങ്കിലും പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന് ഇന്ന ദോഷങ്ങളുണ്ട്, ഇന്ന ഗുണങ്ങളുണ്ട്, അങ്ങനെ പറഞ്ഞ് ചെയ്യും. ചിലപ്പോൾ ഇത് തേച്ചാൽ നിങ്ങൾക്ക് നാളെ പണി കിട്ടിയേക്കാം. അങ്ങനെ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് ആ രീതിയിൽ പ്രൊമോട്ട് ചെയ്താലും ഓക്കെയാണ്. അല്ലാത്ത പക്ഷം എനിക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ചുമ്മാ വന്നിട്ട് സൂപ്പറാണ്, നിങ്ങൾ മാൻ തേച്ച, ഞാൻ തേച്ച് വെളുത്ത് തുടുത്ത് കറുത്ത് പച്ചയായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് നോട്ട് ഓക്കെ. കാരണം അവരുടെ ഈ ചാനൽ അല്ലെങ്കിൽ അവരുടെ ജോലിയുടെ തുടക്കം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇവരൊക്കെ ഈ ഫാഷൻ ഡിസൈനേഴ്സ് ആയിട്ടും അല്ലെങ്കിൽ ബ്യൂട്ടി ബ്ലോഗേഴ്സ് ആയിട്ട് തന്നെയാണ് തുടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഈ കല്യാണി പോലുള്ള ആളുകൾ തുടക്കത്തിൽ എന്തായിരുന്നു ചെയ്തിരുന്നത്? ഈ ചോറുണ്ടാക്കുക, കറി ഉണ്ടാക്കുക. പക്ഷെ പിന്നീട് ഈ കുറച്ച് നാളായിട്ടേ ഉള്ളൂ ഈ ബ്യൂട്ടി ബ്ലോഗർ എന്ന രീതിയിലേക്ക് എത്തുന്നത്. അപ്പോൾ ഇവരറിയാതെ ഇവർക്ക് വന്നൊരു മാറ്റം ആയതുകൊണ്ട് ഇവരുടെ തലയിൽ ഈ പേയ്മെന്റ് കൊടുത്തിട്ട് നിങ്ങൾ ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് ആ ഒരു പൊസിഷൻ ഇവർക്ക് കൊടുക്കുന്നതായതുകൊണ്ട് ഇവർക്ക് ഇതിനെക്കുറിച്ച് ABCD അറിയത്തില്ല. നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഇവരുടെ വീഡിയോ ജസ്റ്റ് കാണുക, അല്ലാതെ നിങ്ങൾ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഞാനാണെങ്കിൽ പറയുന്ന പ്രോഡക്ട്സ് നിങ്ങൾ വാങ്ങിക്കരുത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഫെയർ ആൻഡ് ലവ്ലി എന്നൊരു ഒറ്റ ക്രീം മാത്രമേ ഉണ്ടായിരുന്നു. പണ്ട് ഫെയർ ആൻഡ് ലവ്ലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇപ്പം എന്തൊക്കെ ലവ്ലികളൊക്കെ ഉണ്ട്, ഏതൊക്കെ ലവ്ലി ഉണ്ടെന്ന് പോലും എനിക്കും അറിയത്തില്ല. ഇവരൊക്കെ എന്തെങ്കിലുമൊക്കെ കിട്ടും, ഏതെങ്കിലും കമ്പനികൾ കൊടുക്കും, അതെടുത്ത് പ്രൊമോട്ട് ചെയ്യും. അത് തന്നെയാണ് സംഭവിക്കുന്നത്. സത്യം ഉള്ള കാര്യം പറയാല്ലേ, വളരെ വളരെ പരിതാപകരമായ അവസ്ഥയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു പോഷൻ കണ്ടിട്ട്. നോർമൽ സ്കിൻ ഉള്ളവർക്കും ഡ്രൈ സ്കിൻ ഉള്ളവർക്കും ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഈ സൈഡ് എഫക്ട് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ 1% മാത്രം ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. മനുഷ്യന്മാരെക്കാൾ കൂടുതൽ പ്രോഡക്ട്സ് ആണ്, ഭയങ്കരമായി കെമിക്കൽസ് ആഡ് ചെയ്തിട്ടുള്ള ഓരോ പ്രോഡക്ട്സ് ആണ്. ഓരോരുത്തരുടെ സ്കിൻ ടോണിന് സ്യൂട്ട് ആവുന്ന പ്രോഡക്ട്സ് നിങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം വാങ്ങിക്കുക എന്നതാണ് ശരിയായുള്ള കാര്യം. മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. സെറ്റാഫിൽ പോലുള്ള കാര്യങ്ങൾ അതൊക്കെ മെഡിക്കേറ്റഡ് ആണ്. അല്ലാതെ ഒരുപാട് പ്രോഡക്ട്സ് നിങ്ങൾക്ക് നല്ല ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാം. അത് പക്ഷേ ഇതുപോലെയുള്ള ശരി ഓരോരുത്തരുടെ സ്കിന്നിനും ഓരോ പ്രോഡക്റ്റേ പറ്റത്തുള്ളൂ. ചിലപ്പോൾ ഞാൻ തയ്ക്കുന്ന നീ തയ്ച്ചു കഴിഞ്ഞാൽ നീ തേഞ്ഞൊട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങി തേച്ച് റിസ്ക് എടുക്കാൻ നിൽക്കാറ്. എന്തിനാടേ? വെളുത്തിരുന്നിട്ട് ഒന്നും ചെയ്യാനില്ല. ചത്ത് പോയി കഴിഞ്ഞാൽ ഒന്നി കത്തിച്ച് കളയും, അല്ലെങ്കിൽ ചീഞ്ഞു പോകും. ഇതേ സംഭവിക്കത്തുള്ളൂ. ഇവിടെ കിടന്ന് തിളപ്പുകളൊന്നും കാണിക്കാതെ വെളുക്കണം കറക്കണം. ഈ ഒരു മെന്റാലിറ്റി ആദ്യം മാറ്റണം കേട്ടോ. ഇത് ജനങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്ന് പൊഴുതെറിയുന്നു അന്ന് നാട് നന്നാവും. ഞാൻ ചിലപ്പോഴൊക്കെ വല്ലപ്പോഴും ഏതെങ്കിലും ഒരു പൗഡർ എടുത്തിടാറുണ്ട്. അത് എന്തിനെന്നറിയുമ്പോൾ ചിലപ്പോൾ കഴുത്തൊക്കെ ചൊറിയുമ്പോൾ മാത്രം, ചിലപ്പം വല്ല പുഴു അടിച്ച് ചൊറിയുന്ന സമയത്ത് ചിലപ്പോൾ പൗഡറൊക്കെ എടുത്തിടാറുണ്ട്. പിന്നെ ഉപ്പ് വെള്ളം എടുത്ത് അടിക്കാറുണ്ട്. അല്ലാണ്ട് ഞാൻ ഇമാതിരി പരിപാടി ഒന്നും ചെയ്യത്തില്ല. എന്തിന്? ആരെ കാണിക്കാം ഈ വെളുപ്പും കറുപ്പും ആയിട്ട്? എടാ, നമ്മൾ വൃത്തിയായിട്ടൊക്കെ ഒരുങ്ങി നടക്കണം, ഇല്ലെന്നൊന്നും പറയുന്നില്ല. നമുക്ക് എല്ലാവർക്കും അതിൻ്റെതായ ഒരു രീതിയൊക്കെ ഉണ്ട്. ഈ ലിപ്സ്റ്റിക്ക്, മേക്കപ്പ്, മറ്റത് മറിച്ചത്, ഇതൊക്കെ നമുക്ക് ഗുണം ചെയ്യാത്ത കാര്യങ്ങളാണ്. നമുക്ക് ഇതുകൊണ്ടൊന്നും ഒരു ബെനിഫിറ്റ് ഇല്ല. ഭാവിയിലോ പ്രസന്റിലോ നമുക്കൊരു ബെനിഫിറ്റ് ഇല്ല. ചുമ്മാ ഇങ്ങനെ കുറെ തേച്ചിട്ട് കഥകളിയെ പോലെ ഒരുങ്ങി കൊണ്ട് നടക്കാം. അല്ലാണ്ട് എന്താണ് ഇതൊക്കെ കൊണ്ടുള്ള ബെനിഫിറ്റ്? അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ഇതൊക്കെ ഒഴിവാക്കുക. നിങ്ങളൊക്കെ ഫ്രഷ് ആയിട്ടൊന്ന് മുഖം കഴുകുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. നമുക്ക് നമ്മുടെ റിയാലിറ്റിയിലോട്ട് പോവാം. പിന്നെ പിള്ളേർ കരി വരയ്ക്കാറുണ്ട്. അതും ഓക്കെ ആയിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാൻ വരാത്ത. ചിലപ്പോൾ കണ്ണിലൊക്കെ വരി തേക്കുന്നതല്ലേ, അറിയാൻ പാടില്ലടേ. എന്തേലൊക്കെ ചെയ്യും. ഞാനൊന്നും പറയുന്നില്ല, നിങ്ങളുടെയൊക്കെ ഇഷ്ടങ്ങളാണ്. ഇനി അശ്വതി എന്ന് പറയുന്ന പെൺകുട്ടിക്ക് സംഭവിച്ചിട്ടുള്ള സംഭവം നമുക്കൊന്ന് നോക്കാം. ഈ അശ്വതി ഇവർക്കെതിരെ ഒരു വീഡിയോ ചെയ്തു, അതിന് തിരിച്ചു കൊടുത്ത പരിപാടിയാണ് സ്ട്രൈക്ക്. അശ്വതി പറയുന്ന കേൾക്കാം. ഞാൻ 2 ദിവസം മുമ്പ് എന്റെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറിന്റെ പെയ്ഡ് പ്രൊമോഷൻ ഉടായ്പകളെ കുറിച്ചിട്ട്. അപ്പോൾ ആ ഒരു വീഡിയോക്ക് 3,15,000 മുകളിൽ വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഉറങ്ങി എണീച്ചിട്ട് നമ്മൾ ഉറങ്ങി എണീച്ചിട്ട് ഫോൺ എടുത്ത് നോക്കുമല്ലോ. അപ്പോൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ എനിക്ക് യൂട്യൂബിന്റെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായി, കോപ്പിറൈറ്റ് സ്ട്രൈക്കിന്റെ 1 വീഡിയോ വാസ് റിമൂവ്ഡ്. അപ്പോൾ തന്നെ സംഭവം എനിക്ക് പിടികിട്ടി, ഈ ഒരു വീഡിയോ ആയിരിക്കും റിമൂവ് ആയിട്ടുണ്ടാവില്ല. ആ ഒരു നോട്ടിഫിക്കേഷൻ ബാർ ഓൺ ആക്കുന്നതിന് മുമ്പേ കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായി. അങ്ങനെ ഞാൻ സ്റ്റുഡിയോയിൽ പോയി സംഭവം നോക്കി. എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നത് ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബർ തന്നെയാണ് ഗൈസ്. അപ്പൊ അവരുടെ ഫേസും കാര്യങ്ങളും, അതായത് അവരുടെ ഫേസും അവരുടെ വീഡിയോയും കൂടി കട്ട് ചെയ്തിട്ട് ഞാൻ എന്റെ ഒരു വീഡിയോ വെക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കോപ്പിറൈറ്റ് ഞാൻ ആദ്യമേ പ്രതീക്ഷിച്ച ഒരു കാര്യമാണ്. എനിക്ക് ഇപ്പോൾ ഒരു സ്ട്രൈക്കർ എന്ന ക്രിയേറ്റർ ഉണ്ടല്ലോ, അപ്പൊ അവർ ചെയ്ത ഒരു വീഡിയോ തെറ്റല്ലെങ്കിൽ അവരെ ഭാഗത്ത് തെറ്റൊന്നുമില്ലെങ്കിൽ നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞോട്ടെ, എനിക്കത് പ്രശ്നമല്ല എന്നുള്ളതിൽ ഉണ്ടാകാനേ ഉള്ളൂ. അപ്പൊ അവർ ചെയ്തതിൽ തെറ്റുണ്ട്, അത് ബാക്കിയുള്ള ആൾക്കാരിൽ എത്തുമ്പോൾ അതൊരു മോശമല്ലേ എന്ന് തോന്നിയതുകൊണ്ടായിരിക്കും എനിക്ക് സ്ട്രൈക്ക് തന്നത്. അപ്പൊ നിങ്ങൾ ചെയ്തതിൽ തെറ്റുണ്ട് എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നി എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് സ്ട്രൈക്ക് തന്നതിലൂട്ടാ. ഞാൻ അവരെ കുറിച്ച് നെഗറ്റീവ് പറയുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് അവർക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നിട്ടുണ്ടാവും. ഇപ്പൊ ഞാൻ അവരെ ഫേസും കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് ഭയങ്കര പൊക്കി പറഞ്ഞ് അവർ അടിപൊളിയാണെന്ന് നല്ല കാര്യമാണ് പറയുന്നതെങ്കിൽ അവരെനിക്ക് ഒരിക്കലും സ്ട്രൈക്ക് തരില്ല. ഇതിപ്പോ അവരെ ബാഡായിട്ട് ബാധിക്കും എന്നുള്ളൊരു തോന്നൽ വന്നതുകൊണ്ടാണ് അവർക്ക് സ്ട്രൈക്ക് തന്നത്. ഇപ്പൊ നിങ്ങൾ എനിക്ക് സ്ട്രൈക്ക് തന്നിട്ട് എന്റെ ഒരു വായി അടപ്പിച്ചത് കൊണ്ട് നിങ്ങൾ ചെയ്തത് ശരിയാവണമെന്നില്ല. അത് നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് തോന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതെന്റെ കമന്റ് ബോക്സ് കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കുറച്ച് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ വീഡിയോ തന്നെ ഡിലീറ്റ് ആക്കിയത് നല്ല വ്യൂസ് ഉള്ളതല്ലേ? അപ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കിയതല്ല, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയതാണ്. ഞാൻ ആ ഒരു ഫേമസ് ആയിട്ടുള്ള യൂട്യൂബറിന്റെ വീഡിയോസ് കാണുന്ന ഒരാളാണ്, സബ്സ്ക്രൈബർ ആണ്, വീഡിയോ കാണുന്ന ഒരാളാണ്. അപ്പോഴാണ് ഞാൻ ഈ ഒരു വീഡിയോ കാണുന്നതും ഇതിൽ കമന്റ് കാണുന്നതും എനിക്ക് അതിന് ഉടായ്പ പോലെ ഫീൽ ചെയ്യുന്നത്. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തത്. ഞാനൊരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ചാനലല്ല. ഇനി റിയാക്ഷൻ വീഡിയോസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ ഒരു കാര്യം കണ്ടപ്പോൾ ഞാനൊരു സബ്സ്ക്രൈബർ ആണ്, അത് എന്നെയും കൂടി പറ്റിക്കുന്ന രീതിയിലല്ലേ എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യാൻ തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്തത് കാരണം ഇപ്പോൾ 8ന്റെ പണിയാണ് ഗൈസ് കിട്ടിയിട്ട് ഞാനിങ്ങനെ ഇരിക്കുന്നത്. വീഡിയോ തന്നെ നൈസായിട്ട് റിമൂവ് ആയി പോയിട്ടുണ്ട്. 3,15,000+ വ്യൂസ് എന്ന് പറയുമ്പോൾ എന്റെ ഒരു കുഞ്ഞു ചാനലാണ്.
ഞാനിപ്പോൾ ഒരു 15,000 സബ്സ്ക്രൈബേഴ്സിന് മുകളിലുള്ള ഒരു കുഞ്ഞു ചാനലാണ്. അപ്പൊ എന്നെ സംബന്ധിച്ച് ഇത്രയും വ്യൂസ് ഒരു വീഡിയോ കിട്ടുമെന്ന് പറയുമ്പോൾ അത് എനിക്കൊരു ഭയങ്കര നല്ല കാര്യമല്ലേ. അപ്പൊ അത് നൈസായിട്ട് അങ്ങ് പോയി കിട്ടിയിട്ടുണ്ട്, അതങ്ങ് റിമൂവ് ആയി ആ വീഡിയോ പോയി. സ്ട്രൈക്ക് ഞാൻ ഓൾറെഡി പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് 1 lakh വ്യൂ ആയപ്പോൾ തന്നെ ഞാൻ ചേച്ചിമാരോടും ഏട്ടന്മാരോടും പറഞ്ഞിട്ടുണ്ടായി എനിക്ക് ഇതിന് സ്ട്രൈക്ക് കിട്ടുന്ന പോലെ ഉണ്ട്. കാരണം അത്ര വ്യൂസ് കിട്ടുന്ന പോലെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല. അപ്പൊ വ്യൂസ് അത്ര കയറിയ സമയത്ത് എന്തായാലും ഇത് അവരെ കണ്ണിലെത്തും. അപ്പൊ കുറെ വ്യൂസ് കിട്ടുന്നുണ്ട്, കുറെ നെഗറ്റീവ് ഇമ്പാക്ട് വരുന്നുണ്ട് എന്നാകുമ്പോൾ ഉറപ്പായിട്ടും എനിക്ക് സ്ട്രൈക്ക് തരുമെന്ന് ഞാൻ എന്റെ ഫാമിലി എല്ലാവരോടും പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി എന്നോട് പറഞ്ഞു ഇല്ല സ്ട്രൈക്ക് തരാൻ ചാൻസ് ഇല്ല, അവർ ആ ഒരു സെൻസിൽ എടുക്കുമായിരിക്കും. ഇപ്പൊ അവരെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് തന്നെയാണല്ലോ പറയുന്നത്. ഞാനിപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ട്. സബ്സ്ക്രൈബേഴ്സിനെ പച്ചക്ക് പറ്റിക്കുന്ന പരിപാടി തന്നെയാണ്. സത്യം അശ്വതി പറയേണ്ട കാര്യം ക്ലിയർ ആയിട്ട് ഇന്നും പറഞ്ഞു അന്നും പറഞ്ഞു. ഇവർക്ക് സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട്. ഈ മോള് പാവമായിട്ടാ. ഞാൻ ഇവർക്കെതിരെ ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ. അപ്പൊ ഇവള് എനിക്കെതിരെ തിരിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഞാൻ അതൊരു ഫൺ രീതിയിൽ തന്നെ എടുത്തിട്ടുണ്ട്. നല്ല രസമാണ്. എനിക്ക് കൊച്ചിന്റെ സംസാരം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുട്ടി പിള്ളേരെ പോലെ ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. നല്ല രസമാണ് കേട്ടോണ്ടിരിക്കും. ഓക്കെ, അതല്ല ഇവിടുത്തെ വിഷയം. കാര്യത്തിൽ തന്നെ മാറി. അങ്ങനെ ഈ മോക്ക് സ്ട്രൈക്ക് കൊടുത്തിട്ടുണ്ട്. മോളൊരു കൗണ്ടർ തിരിച്ചടിച്ചു കൊടുത്താൽ തീരാന്നുള്ള പ്രശ്നമുള്ള ആ വീഡിയോ തിരിച്ച് കിട്ടും. അതുപോലെ അവരുടെ ചാനലിനെ അത് ബാധിക്കും. ഫേക്ക് സ്ട്രൈക്ക് കൊടുത്തത് യൂട്യൂബ് ഒന്ന് നോട്ടീസ് ചെയ്യും. കാരണം ഇവിടെ നമുക്ക് സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. സ്വാതന്ത്ര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് അപരാധിത്വമല്ല. ഞാൻ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു വീഡിയോ കണ്ടാലും എടുത്തു വെച്ച് പറയാനുള്ള റൈറ്റ്സ് ഉണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം അതിന്റെ ഇടയിൽ വെച്ചിട്ട് തന്നെയാണ് അശ്വതി സംസാരിച്ചിട്ടുള്ളത്. ഉറപ്പായിട്ട് സ്ട്രൈക്ക് തിരിച്ച് കൗണ്ടർ അടിച്ച് ആ വീഡിയോ തിരിച്ചെടുക്കുകയും ചെയ്യാം, എല്ലാം ചെയ്യാം. അതുകൊണ്ട് അതിന്റെ പരിപാടി എന്താന്ന് വെച്ചാൽ നോക്ക്. അല്ലാണ്ട് വേറെ ഒരു വിഷയമില്ല. പിന്നെ കല്യാണി ഇനി സ്ട്രൈക്ക് ആർക്ക് അടിച്ചു കഴിഞ്ഞാലും അവരെല്ലാരും കൂടി തിരിച്ച് കൗണ്ടർ അടിക്കുമ്പോൾ ആ ചാനൽ അങ്ങ് പോയി കിട്ടും. പിന്നെ മില്യൺ സബ്സ്ക്രൈബറിന്റെ ചാനലിന്റെ വ്യൂസ് ഒക്കെ ഇങ്ങനെ കുറഞ്ഞ് തറപ്പറ്റുന്നത് കാണാൻ പറ്റും. കാരണം ഇങ്ങനെ സ്ട്രൈക്ക് അടിച്ചു കഴിഞ്ഞാൽ അത് യൂട്യൂബിന്റെ പോളിസി വെച്ച് നോക്കുമ്പോൾ അത് ഫേക്കാണ്. അതായത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരാൾ സംസാരിച്ചത് ഇത് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമില്ല. ഈ സ്ട്രൈക്ക് കൊടുത്തിട്ടുള്ള അതുകൊണ്ട് കൗണ്ടർ അടിച്ചാൽ തീരാന്നുള്ള പ്രശ്നമുള്ളൂ. എന്തായാലും ഓക്കെ, കാര്യങ്ങൾ അങ്ങനെയൊക്കെ നടക്കട്ടെ. ഇനി എനിക്ക് കല്യാണി ചേച്ചി എടുത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്ത് നാട്ടുകാരെ പറ്റിക്കുന്ന സാധനങ്ങളൊക്കെ ചെയ്ത് ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്ത് നടക്കാതെ ജെന്യുവനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. വീഡിയോസ് ചെയ്ത് അത്യാവശ്യം വ്യൂസ് ഇല്ലേ, അതിൽ നിന്ന് ഏണിങ്സ് കിട്ടുന്നില്ലേ, പിന്നെ എന്തിനാണ് ഈ നാട്ടുകാരെ പറ്റിക്കുന്ന അല്ലെങ്കിൽ നാട്ടുകാരെ കുഴി ചാടിക്കുന്ന സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് നടക്കുന്നത്? കുറച്ച് ഉളുപ്പാവാം മനുഷ്യനായ. പുതിയൊരു വീഡിയോ ആയിട്ടാണ്.